ഗൈസ് അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, ക്രിക്കറ്റ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരാളെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പെണ്ണുങ്ങളെ കണ്ണിൽ ഉണ്ണിയാണ് ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിലുള്ള പുളിയാണ് കേട്ടിനി. ഈ കൊരങ്ങനെയാണ് ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്നേഹ ഏജക്ക് ചിക്കുട്ടൻ കാണാമോ? ഇത് പറയാ നോക്കരുത്. എൻ്റെ വീഡിയോ തന്നെയാണ് ഇതേപോലത്തെ. ഞാൻ ജഗി ചൂട്ടാൻ ഏതാ ഈ മാംസമുണ്ടെന്ന് സെറ്റാക്കി തരൂ. ശോഭയുടെ കൂടെ ഫ്രീ ആയിരിക്കും സെറ്റപ്പ് ആക്കി തരൂ. ഞാൻ ജഗി ചൂട്ടാൻ ഏതാ ഈ മാംസമുണ്ടെന്ന് കാർത്തിക് ഉപ്പ. അല്ല, ഇത് ഇവനെ ഏത് കാട്ടുപോയാ മനസ്സിലാവുന്നില്ല. ഞാൻ ജഗി ചൂട്ടാൻ എല്ലാരും മനസ്സിലായി. ഞാൻ തിരിച്ചു പോയനെ. ഞാൻ ജഗി ചൂട്ടാൻ കൊച്ചിക്കുട്ടനപ്പാ ചാവുന്നു. 2021 ഓന് ഇപ്പൊ 2024 ആയല്ലോ. എന്നിട്ട് ഇവനിപ്പം ചത്തിയില്ലേ? വല്ലാത്ത ഇതന്നെ. Simple quality in him. He should be an expert kite flyer and has a house with terrace to fly kites on Makar Sankranti. ചെറുക്കനെ പട്ടം പറത്തെന്ന് പറഞ്ഞാലേ അവള് കല്യാണം കഴിക്കത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, നീ ഏജൊക്കെ ചൂട്ടനെ കല്യാണം കഴിക്കും. പട്ടം പറത്തുമല്ല, അവൻ പട്ടമായിട്ട് പറക്കും. അയ്യേ, എന്താ ചിക്കുട്ട, കുറച്ചും കൂടി നല്ല കുട്ടിയായിക്കൂടെ? ഇവന് ഒരു പ്രാവശ്യം ട്രോളി കൊടുത്തതിനെ പിന്നെ കൊരങ്ങൻ ട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് കാണാം, ഇത് കീച്ചുകൂട്ടാൻ കിട്ടുന്ന പണി തന്നെയാണ്. ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ നല്ല വിചാരിച്ചു. ഞാൻ നിന്നോട് കണക്ക ഞാൻ നിന്നോട് നമ്മുടെ ജോക്കുട്ട അവിടെ കിടപ്പുണ്ട്. ജോക്കുട്ടൻ ഇവിടെ പിണങ്ങിയിരിക്കുക ഫുഡ് കിട്ടാണ്ടെന്ന്. അപ്പൊ നമ്മുടെ അക്ഷയ് വ്ളോഗറും ഉബൈദും അവിടെ കിടപ്പുണ്ട്. നിന്റെ സ്വന്തം മടിയിട്ടാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ സ്വയം വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്റെ മണ്ടം കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടോ നീ വലിയ സംഭവമാണ്? നിനക്ക് കിട്ടി മനസ്സിൽ വരും. ഞാൻ അവളുടെ കാര്യം പറയാം. ഞാൻ അതിനെ കളിയാക്കുന്നു, അക്ഷയനെ കളിയാക്കുന്നു, ഉപയോഗിക്കാനെ കളിയാക്കുന്നു, ഗീതക്കിനെ കളിയാക്കുന്നു. മാന്യമായിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പോവുക. നമുക്ക് അത്യാവശ്യമുള്ള റീച്ച് തന്നെ കിട്ടിക്കോളും. അതെല്ലാം റൂപ്പത്തരം കാണിച്ച് വലിയ ആള് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ മോനെ കിട്ടി പാഴ്സൽ വരും. നിനക്ക് മാത്രമല്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ കൂട്ടുകാർക്കും വരും. ഇത് ഇവനൊക്കെ കിട്ടണ പണിയാണ് കുട്ടനും. ഇനി ആരെങ്കിലും ഉണ്ടാവണ്ടേ? ഈ കൊരങ്ങൻ ഇവനെ ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല മോനെ, ഇത് കാണണ്ടത് നാട്ടെ കേസാ. 3 സാഹചര്യത്തിലാണ് ഒരു ആൺകുട്ടി കരയുന്നത്. 3 സാഹചര്യത്തിലാണ് ഒരു ആൺകുട്ടി കരയുന്നത്. ഒന്ന്, അവൻ്റെ അച്ഛനെയും അമ്മയും കരയുമ്പോൾ, പിന്നെ അവൻ്റെ ചേച്ചിയുടെ കല്യാണം, പിന്നെ അവൻ്റെ പെണ്ണ് അവനിട്ടിച്ച് പോകുമ്പോൾ. മോനെ കിച്ചിക്കുട്ടാ, നിന്നെ പറയണ, നീ എന്നെ കണ്ട ആൾക്കാർ ഛർദിക്കും. എൻ്റെ ബെസ്റ്റ് യൂട്യൂബറാണ് അക്ഷയ് വ്ളോഗർ ആൻഡ് ഉബൈദ്, പിന്നെ വിക്കി ടെഗ്, പിന്നെ സോളോ വിന്നറും. ഇവരെ റോസ്റ്റ് ചെയ്തത് നമുക്ക് അത്ര പിടിച്ചിട്ടില്ല. ജൂൺ 29, 2021
ശരിയാ ഈ റോസ്റ്റ് ചെയ്ത ഭക്ഷണത്തിന് ഞാൻ പോയിട്ട് സൂയിസൈഡ് ചെയ്താണ് പോയാലോ അവരൊരു കോൺട്രിയിലെ റോസ്റ്റ് ചെയ്യുന്നു ഈ നിന്നെ പോലുള്ള തിന്നതിന് ഞാൻ റോസ്റ്റ് ചെയ്യാറില്ല ശരി എന്തെങ്കിലും പറച്ചിലുണ്ടാവും ഇവരിവിടെ വന്ന് സത്യങ്ങൾ വിളിച്ച് പറയുന്നു നീച്ച് പോവാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോളോ വിന്നർ നമ്മൾ സോളോ വിന്നർ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. നിങ്ങൾ ഈ ഫ്രെയിമിൽ ഒരു വേസ്റ്റിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കാണുന്നില്ലേ മേക്കുട്ടി? ഒരു വേസ്റ്റിന് കാണുന്നില്ലേ? ഓനെ പേരെന്താ? വേറെ ആരുമല്ല റോസ്റ്റ് ചെയ്തത്, പെങ്ങന്മാരുടെ സ്വന്തം ഏട്ടൻ, ആങ്ങളമാരുടെ സ്വന്തം പൊട്ടൻ, കാന്താരികളുടെ സ്വന്തം പഴുങ്കഞ്ഞി, ഏജയ്ക്ക് ചുട്ടൻ. പുള്ളിക്ക് സ്വന്തം വീഡിയോയുടെ തമ്മിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല. രസം ഇവിടുന്നല്ല, പുള്ളി എന്റെ കൂട്ടം 6-7 വർഷം എന്റെ സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളോട് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കി തരാമോ ചോദിച്ചു. ജസ്റ്റ് സമയം കിട്ടുമ്പോ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏജയ്ക്ക് ചൂട്ടാന്ന് അടിക്കുക. അപ്പൊ നിനക്കറിയാം എനിക്ക് ഫാൻസ് ഉണ്ടോ ഇല്ലേന്ന്. ചെക്കൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് ഫാൻസ് ഇല്ലാത്ത എന്റെ ഒരു വിഷമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയാണ് മാങ്ങയാണ് ഒന്ന് പോയരോട്. എനിക്കൊന്ന് കൊറോണ ആയിരുന്നടാ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ ഏജയ്ക്ക് ചൂട്ടാൻ ഏജയ്ക്ക് ചൂട്ടാനോ വഴിയെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുടുംബം വിട്ട് കാനനവാസത്തിനിറങ്ങും. അപ്പൊ ഇന്ന് നമ്മളൊരു റോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു, അത് കാരണം ഒരാഴ്ചത്തോളം വീഡിയോ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണിക്ക് പോയി പുതിയൊരു ഫോൺ മേടിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ചെറുക്കനാണെന്നറിയോ ഈ പ്രായത്തിലെ പണിയെടുത്ത് ജീവിക്കാൻ ഇറങ്ങിയ പോവാ. ചുരുക്കം ചിലരെ ഉള്ളിങ്ങനെ ഫോൺ മേടിക്കണം. എന്റെ പെങ്ങന്മാര് വെയിറ്റിങ്ങില്ല. ആമ്പുള്ളവര് കരയുന്നത് പണിയെടുത്ത് നട്ടല് കീറുമ്പോഴാ. ഞാൻ പണിക്ക് പോയി പുസ്തകം ഫോണൊക്കെ മേടിച്ചു. അതുകൊണ്ടൊരു പുതുപുത്ത കണ്ടന്റ് അങ്ങ് കാറ്റിയേക്കാന്ന് വെച്ചു. ആമ്പുള്ളവര് കരയുന്നത് 3 കാരണത്തിലായിരിക്കും. ഇതാണോ നിന്റെ പുതുപുത്ത കണ്ടന്റ്? ഈ വെറുപ്പേരിനാണോ നീ ഫോൺ മേടിച്ചത്? ഇപ്പൊ ആരാ സിം എടുത്ത് കൊടുത്തത്? എന്റെ സിം എടുത്ത് ഒടിച്ചു കാണാം. റോസ്റ്റ് ചെയ്ത ആളെ മാറിപ്പോയി. ഇച്ചൂട്ടൻ ജോലി ചെയ്ത് ഫോൺ മേടിക്കുക, അവന്റെ ഇഷ്ടം. അതിലെന്ത് ചെയ്യണമെന്നുള്ളത് ഈ ജോലി ചെയ്യാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ട്രേഡ് ചെയ്തും കൂടെ കാശുണ്ടാക്കിയാൽ നല്ല ഹെൽപ്പായിരിക്കും. ചോദിച്ചിരുന്നു ഫാം ഒന്ന് കാണിക്കുമെന്ന്. അപ്പൊ എന്റെ വീട്ടിൽ ഫാമല്ല, എന്റെ വല്യപ്പൻ. കാര്യത്തിന്റെ വീട്ടിലല്ല, അല്ലെങ്കിൽ ആ 4 കാലുകൾ 2 ഇവനെ പേര് എന്റെ പൊന്നു പിച്ചൂട്ടാ, നീ ഒന്ന് നിർത്ത്. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബൊക്കെ ചെയ്യും. നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും കൊളാബ് ചെയ്യാൻ വരത്തില്ല. അതിന്റെ വിഷമമൊന്നും എനിക്കില്ല. കണ്ണാടി എന്ത് ചെയ്യും? കണ്ണീര് കാണണ്ട. നമ്മുടെ ടോപ്പിക്ക് നമ്മള് വിട്ടുപോയി. ഇവൻ കൊളാബ് ചെയ്യുന്നത് ആടിനോടും മുയലിനോടും പട്ടിയോടും. എന്ത് വീട്ടിൽ കൂട്ടാന്നാണ്. നമുക്ക് വീഡിയോ സർപ്രൈസ് ആണ്. ആ വീഡിയോ റോസ്റ്റ് നമ്മൾ കൊന്നിട്ടുണ്ടോ? നിന്നെ നേരെ ഇവിടെ കൊല്ല് മാത്രമല്ല, നിന്റെ സങ്കേതത്തിന് ഞാൻ ഇന്ന് ഇവിടെ ഇടലിയോളം. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആളിട്ടാ, ഇതാണ് കക്ഷി. ഓക്കെ, ഇവൻ ഏതാടാ? കണ്ടിട്ട് ഞാനിട്ട കാട്ടം പോലുണ്ട്. ആട്ടുംകാട്ടെന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. ഈ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാളൊക്കെയാണ്. നീ എന്നാ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കീടനാശിനി. അവൻ പറയുന്ന ഓരോ വാക്കിൽ നമുക്ക് വിവരക്കേട് ഇങ്ങനെ കടഞ്ഞെടുക്കാം. ഇവന്റെ ഒക്കെ പറച്ചില് കേട്ടാ തോന്നുന്നു ഇവൻ ഇവിടെ വന്നിരുന്നിട്ട് മൊത്തം സത്യങ്ങളാ വിളിച്ചു പറയണേന്ന്. പോടാ ഊളെ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഫോണിന്റെ ക്യാമറ ഓഫ് ആക്കാൻ മറന്നുപോയി. അവിടെ തന്നെ നിന്നോണ്ട് ജനനം തൊട്ട് കല്യാണം വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ വീഡിയോ കൂട്ടുകാരുടെ കൈ കിട്ടി, അവനത് അപ്ലോഡ് ചെയ്തു, ജീവിതം തകർന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രിയമായ കള്ളത്തരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉറക്കഗുളിക എന്തിനാണോ? എടാ, ഉറക്കുളിക എന്തിനാന്ന് നിനക്കറിയില്ലേ? വൈകുന്നേരം കിടന്ന് ഉറങ്ങാനായിട്ടുള്ളതാണ് ഉറക്കുളിക. അതിവിടെ എല്ലാവർക്കും അറിയാം. അത് നീ പറഞ്ഞിട്ട് ഓടാ, നീ കില്ലാടി. MBBS ഇല്ലാതെ ഡോക്ടർ ആവാൻ പറ്റുമെന്ന് തെളിഞ്ഞു.
എന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി. തിരിച്ചു പോ. നീ ആ ഉറക്കുളിക എങ്ങനെ കഴിക്കണ്ടെന്ന് കൂടി പറഞ്ഞു കൊടുക്ക്. ചെറിയ കുഞ്ഞു പിള്ളേർക്ക് വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സീനാണ്. പൊടിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സോളോ വൈനറെ നീ നന്മ തോന്നുന്ന നന്മ പെരുമരവാ നോക്കുവാണോടാ തീട്ട പെരുമരവേ. അവർക്ക് നിന്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി, ഒരു ഭാഗം തളർന്നു പോകും. ഒത്തിരി സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി കുഴപ്പമില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവൻ എല്ലാ വീഡിയോസിലും നല്ലോണം സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കണേന്ന്. നിന്റെ എല്ലാ വീഡിയോസിലും നീ ഇങ്ങനെ തന്നെയാ സംസാരിക്കണേ. സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. തേങ്ങയാണ് മാങ്ങയാണ് ഒന്ന് പോയരോട്. അതുകൊണ്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് അതിന്റെ പഴയ വീഡിയോ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ലേ? അത്രയും വയ്യാതെ കൊറോണ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ പഴയ വീഡിയോ പോലെ ചെയ്തില്ലേ? ലൈക്ക് അടി, എല്ലാരും ലൈക്ക് അടി. ഇതിന്റെ പേര് എല്ലാരും ലൈക്ക് അടിക്കാം. ലൈക്ക് അടിക്കാത്തവരെ ഇന്ന് കൊതു കൊടുത്തു. പിന്നെ നമ്മുടെ കിച്ചുകൂട്ടന് ഭയങ്കര കഴിവാ. പുള്ളിക്ക് സ്വന്തം വീഡിയോയുടെ തമ്മിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല. രസം ഇടങ്ങുമല്ല, പുള്ളി എന്റെ കൂട്ടത്തിൽ 6-7 വർഷം എന്റെ സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളോട് എന്നെ തന്നെ നമ്മുടെ കേട്ടോ ഇരിക്കുന്നതിന് മുമ്പേ നിന്റെ കുണ്ടി കെട്ടി കളയും പിള്ളേര്. പിന്നെ മാന്താൻ കാണത്തില്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് കുറെ ദിവസമായോ? ഈ സോളോ വൈൻഡർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്റെ വീഡിയോ കാണാനായിട്ട് മുട്ടി നിന്നത്. ഇപ്പൊ വന്നിട്ട് ഓരോന്ന് കിടന്ന് വിളിച്ചു പറയാനായിട്ടില്ലേ? അയ്യോ നമ്മുടെ തക്കാളി, നിന്റെ ഓരോ വീഡിയോയ്ക്കും വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നീ തന്നെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമോ, ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് നിനക്ക് പ്രൊമോഷനും കൊടുത്തിട്ടുണ്ട്. He's the biggest Vanish in Kerala. Vanish? What does that mean? The biggest എന്താ പറയാ, ലെങ്ത് വേണമെന്ന് പറഞ്ഞു. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവനോട് ഒറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യണമെന്ന്. നിന്റെ ഊഹം തെറ്റാണ് സോളോ വൈനർ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയതാണ്. ഒരാഴ്ച ഞാൻ ഈ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ എന്തിന് ഈ വക കാര്യങ്ങൾ പറയാൻ വേണ്ടി കഷ്ടപ്പാട് സഹിച്ച ഒരു വീഡിയോ ഉണ്ടാക്കി? ഇവൻ എനിക്ക് ഇതൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നാ പോരായിരുന്നു. അതിനുള്ളതൊക്കെ ഓൾറെഡി ഒന്നുമില്ല. കിച്ചൂട്ടം ഫാൻസ് ക്ലബ് ഒക്കെ ഉണ്ടോ? അവര് സീനാണ്. നീ ജസ്റ്റ് സമയം കിട്ടുമ്പോ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിച്ചൂട്ടാന്ന് അടിക്കുക. അപ്പൊ നിനക്കറിയാം എനിക്ക് ഫാൻസ് ഉണ്ടോ ഇല്ലേ എന്ന്. ചെക്കൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് ഫാൻസ് ഇല്ലാത്ത എൻ്റെ ഒരു വിഷമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സോളോ വൈൻഡർ എന്ന് പറഞ്ഞിട്ട് കുറെ ഫാൻസ് ഒക്കെ കൊണ്ട് തുടങ്ങുക. അപ്പൊ ചെക്കൻ്റെ സങ്കടം അങ്ങ് മാറും. പറയുന്നത് സത്യമാണോ? പുച്ഛത്തോടെ പുച്ഛം. വീഡിയോ കാണുന്ന 40% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നു ഇപ്പൊ ഇവൻ ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവുമായിരുന്നു. ഈ കാണുന്നതൊക്കെ നീ പറഞ്ഞ ടൈപ്പ് അക്കൗണ്ട് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ യൂട്യൂബിലോട്ട് വന്ന് ഇങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്നെ കൊണ്ടാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് കണ്ടന്റ് എന്റെ ഓഡിയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്റെ ജോലി. എനിക്കത് കാണാൻ വേണ്ടി കുറെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി. പിന്നെ ഇങ്ങനത്തെ അക്കൗണ്ടുകൾ നീ നിന്റെ ഫാൻ പേജസ് ആയിട്ട് കൂട്ടാറുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുമല്ല. അത് ചെയ്ത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളവരുടെ പേരിൽ ഇങ്ങനൊന്നും തുടങ്ങരുത്. എന്റെ വലിയൊരു ഫാനാണ് ഞാൻ എന്നൊക്കെ പറയണമെങ്കിൽ എന്റെ തലയിറക്കണം. നീ എന്നെ ഇങ്ങനെ പറയണം. നിന്റെ ലൈവില് ഞാനൊരു ദിവസം കയറിയപ്പോ നീ എന്താ പറഞ്ഞത്? കിച്ചൂട്ടാ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലേ, ഞാൻ നിന്റെ ബിഗ് ഫാനാന്നൊക്കെ ഇവൻ ലൈവിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു. പ്ലീസ്, ഞാനൊരു ബക്കറ്റ് പിരിവിന് ഇറങ്ങാം. ഇവന്റെ തലച്ചോറ് മാറണം, വേറെണ്ണം വേണം ഇവന് അത്യാവശ്യമായിട്ട്. ഇവന് കോമഡി എന്തോ സീരിയസ് എന്തോ ഇതുവരെ അറിയത്തില്ലയോ? നിനക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ പേരെങ്കിലും അറിയോ? ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6,000 മടുത്തു, 6,000 തല വരുത്തുവാ. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പെടുത്തൊന്നുമില്ല. ഞാൻ എന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണില് ഇൻഷോട്ടിലിട്ടിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത്. അതും ഒരുപാട് സ്റ്റക്കും ഹാങ്ങും ഒക്കെ ആയിട്ട്. നിങ്ങൾക്കൊന്നും എന്തായാലും അത്ര കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല. അത്ര കഷ്ടപ്പാട് വന്നിട്ടില്ല. ഹാങ്ങും സ്റ്റക്കും എന്തോന്ന് നീ എന്നെ പഠിപ്പിക്കരുത് കിച്ചൂട്ടാ. എന്റെ ഈ യൂട്യൂബ് ജേർണി എന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് വിധത്തിൽ നിന്ന് ഈ വിധം വരെ വന്നതെന്ന്. ഈ വിധം വരെ വന്നിട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ചുമ്മാ പൊക്കി പിടിച്ച് കൈ പിടിച്ചുകൊണ്ടിരിക്കുവല്ല. അതിനുള്ള ഞാൻ എന്റെ ഓഡിയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഇവനോട് ഒരു വൈരാഗ്യവും കലിപ്പോ ഒന്നുമില്ല. ഇവനെ എനിക്ക് ഇത്ര സഹിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവനെക്കാട്ടി വലിയ ഐറ്റംസ് രാത്രി 3 മണിക്ക് ഈ മദാമ്മമാരെയും സായിപ്പന്മാരെയും ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോയാൽ മതി. ഈ വീഡിയോ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും.